ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊയ് ഫിഷസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണെന്നാണ്. ഇതൊരു കമ്പാരിസൺ വീഡിയോയാണ്. അതായത് ഞങ്ങൾ കൊയ് ഫിഷസിനെ വാങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അപ്പോൾ ഈ കാലയളവിൽ ഞങ്ങളൊരു 3 ഫുഡാണ് ഇതിന് മാറി മാറി കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഫുഡ് മാറി അടുത്തതിലേക്ക് പോയത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണിത്. ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലാണ്ട് ജസ്റ്റ് ആ ഒരു കമ്പനി പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലേബൽ നോക്കിയോ ഇൻഗ്രീഡിയൻസിന് വെച്ചിട്ടോ ഒന്നുമല്ല. ഞങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഒരു 3 ടൈപ്പ് ഫുഡാണ് കൊയ് ഫിഷസിന് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഫാം ഫുഡാണ്. ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് ഒപ്റ്റിമം എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ 2 ഫുഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് കളറും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൂപ്പർ കളറും. ഇത് രണ്ടുമാണ് ഒപ്റ്റിമത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ തേർഡ് വൺ കൊടുത്തിട്ടുള്ളത് ഹിക്കാരി എക്കണോമി. ഇത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഫുഡിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പാരിസൺ വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാം ഫുഡാണ്. ഫാം ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സൈസിൽ വരുന്ന ബ്രൗൺ കളർ പെല്ലറ്റുകളായിരിക്കും ഫാം ഫുഡ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫാമേഴ്സ് ആയിരിക്കും. അതായത് കൊയ് ഫിഷസിനെയൊക്കെ തന്നെ ബ്രീഡ് ചെയ്ത് സെല്ല് ചെയ്യുന്ന വലിയ ഫാമൊക്കെ ഉള്ള ആ ഒരു ഫാമേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ വലിയ പോണ്ടിൽ വളർത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിൽ ഒരുപാട് ഫിഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫുഡ് ഇതായിരിക്കും. അതായത് മറ്റു ഫുഡുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനായിരിക്കും ഏറ്റവും കുറവ് പ്രൈസ് വരുന്നത്. അതായത് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 മാസത്തോളം ഈ ഒരു ഫുഡ് കൊടുത്തിരുന്നു. അന്നേരം ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് കൂടാൻ തുടങ്ങി. അതായത് ടാങ്കില് കളർ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന്റെ വെള്ളത്തിന് കളർ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ പ്രോപ്പറായിട്ട് ഫിൽട്രേഷൻ ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഫുഡിന്റെ കളർ അതിലേക്ക് ഇറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. അതായത് നമുക്ക് ഫിഷസിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലേക്ക് ആയി. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി അത് നല്ലപോലെ അഫക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇതിന് വലുതായിട്ട് കളറോ സൈസോ ഒന്നും വലിയ രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. അതുപോലെ ഈ ഫുഡ് യൂസ് ചെയ്തിട്ടപ്പോൾ തന്നെ നമുക്ക് വന്നൊരു പ്രശ്നമാണ്, നമ്മുടെ ഒരു 2-3 ഫിഷസിനൊക്കെ തന്നെ ചെറിയ രീതിയിൽ ഒരു അസുഖങ്ങളൊക്കെ വന്നു. ഒരു 1-2 പേരൊക്കെ ചത്തുപോവുകയും ചെയ്തു. അതായത് അത് എന്ത് അസുഖമാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. മേ ബി ഫുഡിൻ്റെതായിരിക്കും. ഫുഡ് ചേഞ്ച് ചെയ്തപ്പോഴാണ് അത് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴത് ഫുഡ് കൊണ്ട് വന്നതായിരിക്കും എന്ന്. അതായത് ഈ ഫിഷസിന്റെ ബോഡിയിൽ നല്ല പോലെ സ്ലൈം ഒക്കെ വന്നിട്ട് ഒരു ഭയങ്കര മ്യൂക്കസ് പോലെ ഒരു വഴുവഴുക്കൽ പോലെ ആയിരുന്നു ആ ഫിഷസിന്റെ ബോഡി ഫുള്ളും. അത് ഫുഡൊന്നും എടുക്കാതെ സൈഡിലൊക്കെ ഇങ്ങനെ പോയി ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ആ വീഡിയോയിൽ ചെയ്തതുപോലെ ആ ടെട്രാസൈക്ലിൻ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടായിരുന്നു പിന്നെ ബാക്കി ഫിഷസിനെയൊക്കെ തന്നെ നമ്മൾ രക്ഷിച്ചെടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഫുഡ് ഇതിന് കൊടുത്തിട്ടില്ല. രണ്ടാമതായി നമ്മൾ കൊടുത്തിരുന്നത് ഒപ്റ്റിമത്തിന്റെ ഹൈപ്രോ ഗ്രോത്ത് ആൻഡ് കളർ എന്ന് പറയുന്ന ഒരു ഫുഡായിരുന്നു. അതെന്ന് പറയുന്നത് വളരെ ചെറിയ സൈസിലും അവൈലബിൾ ആണ്, മീഡിയം സൈസിലും അവൈലബിൾ ആണ്. നമുക്ക് കുഞ്ഞു ഫിഷസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ പെലറ്റ് കൊടുക്കാൻ പറ്റും. അതല്ല എല്ലാം ഒന്ന് അഡൾട്ട് ആയതാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് കൊടുക്കാൻ പറ്റും. ഇതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ് ഈ ഒരു പെല്ലറ്റ് വരുന്നത്. ഇതിനകത്ത് 6% സ്പൈറുലിനെ ഉണ്ട്. സ്പൈറുലിനെ നമുക്ക് അറിയാം, അതിൽ ക്ലോറോഫില്ലും കെരാറ്റിനോയിഡ്സും ഫൈക്കോസയാനിനും ഒക്കെ തന്നെ ഉള്ളത് കാരണം ഇത് അതിന്റെ കളറ് ബൂസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ഫിഷസിന്റെ ആ ഒരു റെഡ്നെസ്സും അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഏത് കളറാണ്, ഓറഞ്ച് കളർ, ബ്ലാക്ക്, ഇതൊക്കെ തന്നെ നല്ലതുപോലെ ഇത് ബൂസ്റ്റ് ചെയ്യും. കളർ വെക്കാനായിട്ട് നല്ലതാണ് ഈ ഒരു സ്പൈറുലിൻ കണ്ടന്റ് ഉള്ള ഫുഡ് നമ്മൾ ഫിഷസിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കരോട്ടിനോയിഡ് ഇതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം കൂടാനും ഒക്കെ തന്നെ നല്ലതാണ് ഈ കരോട്ടിനോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോയ്ക്ക് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ, അതായത് ആമസോണിലൊക്കെ തന്നെ നമുക്ക് ഒരു 1200 1600 റേഞ്ചിൽ, അതായത് ഇതിന്റെ പെല്ലറ്റിന്റെ സൈസ് മാറുമ്പോൾ പ്രൈസും മാറുന്നുണ്ട്. 1200 1600 റേഞ്ചിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് ഏകദേശം 38% ഉണ്ട്. ഫാറ്റ് വളരെ കുറവാണ്, 4% മാത്രമേ വരുന്നുള്ളൂ. ഇത് നമുക്ക് എല്ലാ സ്റ്റേജസിലുള്ള മീനുകൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഏത് സ്റ്റേജിൽ, അതായത് കുഞ്ഞിതായാലും വലുതായാലും നമുക്ക് ഈ ഒരു ഒപ്റ്റിമത്തിന്റെ ഹൈപ്രോ ഫുഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം ഫിഷസിന്റെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റിയും നമുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആസ്റ്റാസാന്തിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. അത് അതിന്റെ നാച്ചുറൽ കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിഗ്മെന്റ് ഈ ഒരു ഫുഡിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് ഒപ്റ്റിമത്തിന്റെ തന്നെ ഹൈപ്രോ സൂപ്പർ കളർ എന്ന് പറയുന്ന ഒരു ഫുഡ്. അതും സ്മോളും മീഡിയം സൈസിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതിന്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളർ വെക്കാനും ഒക്കെ ഈ ഒരു ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ സ്കെൽട്ടണൊക്കെ തന്നെ ഇതിന്റെ എല്ലുകൾക്കൊക്കെ തന്നെ ബലം കിട്ടാനും ഈ ഒരു ഫുഡ് വളരെയധികം നല്ലതാണ്. ഇതിന്റെ ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഒക്കെ തന്നെ ഒരുപാട് മാറുന്നുണ്ട്. മസിൽ സ്ട്രെങ്തിനും അതുപോലെയൊക്കെ തന്നെ നല്ലൊരു മാറ്റമായിരുന്നു ഈ ഒരു ഫുഡ് കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. പിന്നെ ഇതിനകത്ത് പോണ്ടിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിസീസസിനെതിരെ റെസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു ഫുഡ് കൊടുക്കുന്ന വഴി ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഫിഷ് മീലുണ്ട്, ഷ്രിംപ് മീലുണ്ട്, സോയാബീൻ മീലുണ്ട്, പിന്നെ യെല്ലോ കോൺ ഉണ്ട്, വീറ്റ് ഫ്ലോർ ഉണ്ട്, ബ്രോക്കൺ റൈസ്, സ്പൈറുലിന, ലെസിത്തിൻ, വിറ്റാമിൻസ്, മിനറൽസ്, ആസ്റ്റാസാന്തിൻ. ഇതൊരു കളർ എൻഹാൻസർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഇതിനകത്തുണ്ട്. മിനറൽസിൻ്റെ കേസിൽ കമ്പനി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഫോസ്ഫറസ് കണ്ടന്റ് നല്ലപോലെ ഉണ്ടെന്ന്. ഈ ഫോസ്ഫറസ് കണ്ടന്റ് ഫിഷിന് വേണം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഫിഷിന് കോമൺ ആയിട്ട് വരുന്നത്, ഈ കൊയ് ഫിഷസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പ്ലം ഫിഷ് കണ്ടീഷൻ എന്ന് പറയും. പ്ലം ഫിഷ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ കൊയ് ഫിഷസിന് ചിലപ്പോൾ അതിന് എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ അബ്ഡോമന് ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തന്നെ സ്വെല്ലിങ്സ് വരാം. അതായത് നല്ലപോലെ വീർത്തിട്ട് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് മാറാം. കൊയ് ഫിഷസിന് നമുക്കറിയാം അതിനൊരു ഫ്യൂസിഫോം ഷേപ്പാണ്, അല്ലാന്നുണ്ടെങ്കിൽ ടോർപിഡോ ഷേപ്പ്, സ്പിൻഡിൽ ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് അതിൻ്റെ ആ ഒരു ചുണ്ട് വരുന്ന ഭാഗവും ടെയിലും ഒക്കെ തന്നെ നല്ലപോലെ കൂർത്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതായത് സ്ട്രീം ലൈൻഡ് ഷേപ്പ്. ഇതാണ് ഒരു പെർഫെക്റ്റ് കൊയ് ഫിഷിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഷേപ്പ് മാറിയിട്ട് ഇതിന്റെ അബ്ഡോമൻ, അതായത് വയറ് ഭാഗം നല്ലതുപോലെ വീർത്ത് ബൾജ് ചെയ്ത് വരും. ഈ ഒരു കണ്ടീഷനാണ് പ്ലം ഫിഷ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഫിഷ് മീലിൽ നമ്മൾ എല്ലായ്പ്പോഴും ഫോസ്ഫറസിന്റെ കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. അത് ഈ ഒരു ഒപ്റ്റിമത്തിന്റെ ഫുഡിൽ ഉണ്ട് താനും. പക്ഷേ ഞങ്ങളുടെ ഫിഷസിന് വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒപ്റ്റിമത്തിന്റെ 2 ടൈപ്പ് ഫുഡും നമ്മൾ മാറി മാറി കൊടുത്തിട്ടും ഇതിന്റെ ആ ഒരു പ്ലം ഫിഷ് കണ്ടീഷൻ മാറുന്നില്ല. അത് കൂടിക്കൂടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ട് ഒരു അബ്ഡമൻ ഇങ്ങനെ വീർത്തു, അതിൻ്റെ ഷേപ്പ് തന്നെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് പോയി. അടുത്തതായിട്ട് നമ്മൾ കൊയ് ഫിഷസിന് കൊടുത്തിട്ടുള്ളത് ഹിക്കാരി എക്കണോമി എന്ന് പറയുന്ന ഒരു പെല്ലറ്റാണ്. അത് നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അതിന് ഏകദേശം 4 കിലോ ഉള്ള ഒരു വലിയൊരു ബാഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് 3000 രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത്. ഇത് ഒരു ജാപ്പനീസ് ഇമ്പോർട്ടഡ് ഫുഡാണ്. ഈ ഒരു ഫുഡ് നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം ആവുന്നുണ്ട്. അപ്പം നമുക്ക് 13 കൊയ് ഫിഷസാണ് ഇപ്പോൾ നമ്മുടെ ടാങ്കിനകത്തുള്ളത്. അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇതാണ് ആ ഒരു പെല്ലറ്റ് വരുന്നത്. നമ്മുടെ ഫാം ഫുഡിൻ്റെ അതേ ഒരു പോലത്തെ ഒരു സ്ട്രക്ചർ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. കാണാനായിട്ട് ലുക്ക് വൈസേ ഉള്ളൂ ആ ഒരു സിമിലാരിറ്റി. ഇതിൻ്റെ കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഏകദേശം ഒരു 28%, 30% ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ട്. ഫാറ്റ് വന്നിട്ട് 3% ആണുള്ളത്. ഫോസ്ഫറസ് 0.5% ഉണ്ട്. പിന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് ഈ ഫിഷിൻ്റെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും വാട്ടർ ക്ലൗഡിങ് റെഡ്യൂസ് ചെയ്യാനൊക്കെ തന്നെ സഹായിക്കുന്നു. വാട്ടർ ക്ലൗഡിങ് എന്ന് വെച്ചാൽ ഒരു മിൽക്കി വൈറ്റ് പോലെ നമ്മുടെ ഈ ഒരു വെള്ളം, ടാങ്കിലെ വെള്ളം മാറും. നമുക്ക് ഫിഷസിനെ ഒന്നും അത്ര ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വാട്ടർ ക്ലൗഡിങ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഫുഡ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സ്പൈറുലിനയുണ്ട്. സ്പൈറുലിനയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലോറോഫില്ലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഇതിന് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അത് ഇതിൻ്റെ വേസ്റ്റിനെ തന്നെ റെഡ്യൂസ് ചെയ്യുന്നു. ഡൈജഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇമ്മ്യൂണിറ്റിക്കും ഗ്രോത്തിനും കളറിനും ഒക്കെ ആയിട്ട് ഒരുപാട് തന്നെ മിനറൽസും വിറ്റാമിൻസും ഒക്കെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഫിഷ് മീൽ, സോയാബീൻ മീൽ, ആൽഫാൽഫ ന്യൂട്രിയൻറ്റ്, ഡ്രൈഡ് സീവീഡ് മീൽ, വീറ്റ് ഫ്ലോർ, റൈസ്, കോൺ ഗ്ലൂട്ടൻ മീൽ, then vitamins like C, E, A, D3, then ferrous sulfate, zinc sulfate, manganese sulfate. ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഒരു ഹിക്കാരിയുടെ
ഫുഡ് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പ്ലം ഫിഷ് കണ്ടീഷൻ ഗ്രാജുവലി കുറഞ്ഞു വരാൻ തുടങ്ങി. അതിൻ്റെ ആ ഒരു അബ്ഡമൻ സ്വെല്ലിങ്ങൊക്കെ തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു വരാൻ തുടങ്ങി. കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, 3 മാസം ആവുന്നേ ഉള്ളൂ കൊടുത്തു തുടങ്ങിയിട്ട്. അത് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഒപ്റ്റിമത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെയിലി നമ്മൾ ഈ ഒപ്റ്റിമം കൊടുത്തിരുന്ന സമയത്ത് അതിന് ഈ ഒരു അബ്ഡമൻ സ്വെല്ലിങ് നല്ലതുപോലെ വന്ന് അതിൻ്റെ ബോഡി ഷേപ്പ് നഷ്ടപ്പെട്ടു. ബട്ട് വാട്ടർ ക്വാളിറ്റിക്കോ അതിന് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിക്കാരി വന്നപ്പോഴത്തേക്കും അതും കംപ്ലീറ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. സോ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒപ്റ്റിമത്തിൻ്റെ ഫുഡ് ഒരു ദിവസം അതിനൊരു ട്രീറ്റ് പോലെ നമ്മൾ കൊടുക്കാറേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഇപ്പം 2 ആഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കരിയുടെ ഫുഡും കൊടുക്കും. ദെൻ ഒരു ദിവസം എന്തെങ്കിലും ഒപ്റ്റിമത്തിൻ്റെ ഫുഡും കൊടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിനെ ഫീഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വാട്ടർ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഫിഷ് ടാങ്കിലെ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് കാണിച്ചു തരാം. ഇത് ഇത്ര ക്ലിയർ ആയിട്ടാണ് നമ്മുടെ വെള്ളം ഉള്ളത്. അതിനൊരു കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മൾ ടാങ്കിൽ നിന്ന് ഇപ്പോൾ എടുത്ത വെള്ളം തന്നെയാണ്. അതിന് ഒരു ചേഞ്ചോ ഒന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഹിക്കാരിയുടെ ഈ ഒരു ഫുഡുമാണ് കൊടുക്കുന്നത്. വേറെ ഒരു പ്രശ്നവും വാട്ടറിൻ്റെ കളറിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല. നമ്മുടെ ഫിഷസിന് നമ്മൾ ഫീഡ് ചെയ്യുന്നത് രാവിലെ ഒരു 7 മണി 7:30 സമയത്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് വരുന്ന ഒരു 4 മണി 4:30 സമയത്താണ് അത് ഫീഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ അതിന് ഫുഡൊന്നും കൊടുക്കാതെ ഇട്ടേക്കും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ കൊയ് ഫിഷസിന് ഫീഡിങ് ബ്രേക്ക് എടുക്കാറുണ്ട്. അതായത് അതിന് കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിംഗ് ആയിരിക്കും. രാവിലെയും ഫുഡ് കൊടുക്കത്തില്ല, വൈകിട്ടും ഫുഡ് കൊടുക്കത്തില്ല. അത് അതിൻ്റെ പ്രോപ്പർ ഡൈജഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ ഫിഷസിന് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത് ആ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റണം. ഇൻ കേസ് അത് കൺസ്യൂം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്കി വരുന്ന ഫുഡ് എന്ത് ചെയ്യണം, അരിപ്പ് വെച്ചോ എന്തെങ്കിലും റിമൂവ് ചെയ്യണം. അത് ഓവർ ഫീഡിങ് ആയിപ്പോയാൽ അത് വാട്ടർ ക്വാളിറ്റി ഒക്കെ തന്നെ മോശമാവാനും ഫിഷസിൻ്റെ ഹെൽത്തിനും അത് നെഗറ്റീവായിട്ടായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. ഈ 3 ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കൊയ് ഫിഷസിന് ഇത്രയും നാൾ ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിക്കാരിയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഗപ്പി ഫിഷസിനൊക്കെ കൊടുക്കുന്ന ഒരു തീരെ ചെറിയൊരു പെല്ലറ്റ് ഉണ്ടല്ലോ, ഒരു റെഡിലും ഗ്രീനിലും വരുന്നത്, അതൊന്നും ഒരു കാരണവശാലും ഇതിന് കൊടുക്കരുത്. അതൊക്കെ ഇതിനൊരു പോയിസൺ ആയിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.